നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ ഈ പുതിയ വർഷത്തിൽ പുതിയ മാസത്തിൽ അവിട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഈ മാസത്തിൽ അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ 6ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 6 നിൽക്കുമ്പോൾ ചെറിയ വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നമുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. 15-ാം തീയതി വരെ ലഗ്നത്തിൽ തന്നെയാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളെയും തരും. അതേപോലെ തന്നെ കർമാധിപതിയായിരിക്കുന്ന ശുക്രനായത് കാരണം തൊഴിലിലും നല്ല ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാക്കി തരും. 15-ാം തീയതി സൂര്യനും അതേപോലെ ചൊവ്വയും ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലഗ്നത്തിൽ രുചകായോഗം ചെയ്തിട്ടാണ് ചൊവ്വ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, എന്ത് സാഹസപ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകും, വിശ്വാസം കൂടും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. 17-ാം തീയതി ബുധനും കൂടി ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധനും കൂടി ലഗ്നത്തിലേക്ക് വരുന്നത് കാരണം ഭാഗ്യവർദ്ധനവിനും കൂടി ലഗ്നാധിപത്യത്തിന് യോഗമുണ്ട്. മാത്രമല്ല സഹായസ്ഥാനത്താണ് ലഗ്നാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ, തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടും. ഗവൺമെൻറ് ജോലിക്ക് പ്രത്യേകിച്ചും ലിസ്റ്റിലൊക്കെ വന്നവർക്ക് നിയമനം കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയം കൂടിയാണ്. എന്നാൽ 2ാം ഭാവത്തിൽ അമൃതവർഷകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നുണ്ട്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാൽ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാം. ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ നടുവേദന പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് രാഹുപൂജയും കേതു പൂജയൊക്കെ ചെയ്തിട്ട് പരിഹാരം ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം വെച്ചാൽ വ്യാഴപ്പിഴവ് കുറച്ചുണ്ട്. പക്ഷേ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമാധാനം ഉണ്ടാവും. പൊതുവെ അനുകൂലമായ നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുംഭൻ രാശിക്കാരുടെ അവസ്ഥ എന്താണെന്ന് നോക്കുന്ന സമയത്ത് ഏഴശനിയാണ്. അപ്പോൾ ഏഴശനി പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ സാമ്പത്തിക ഞെരുക്കം നന്നായിട്ടുണ്ടാകും. എന്നാലും 5ൽ വ്യാഴം നിൽക്കുന്നുണ്ട്, നല്ല ദൈവാധീനമുണ്ട്. എന്നാൽ ഭാഗ്യാധിപതി 12ലാണ്. അപ്പോൾ സധനം അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ് 12ൽ ശുക്രൻ നിൽക്കുന്നത്. അപ്പം വീട് വിട്ട് നിന്നിട്ടുണ്ടെങ്കിലും തൊഴിലെടുക്കുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗത്തെ കൊടുക്കുന്നുണ്ട്. എന്നാലും ചെലവ് വർദ്ധിക്കും. കാരണം 4 ഗ്രഹങ്ങളാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവത്തിൽ ഉച്ചബലവാനായിട്ട് സഹായസ്ഥാനാധിപതി നിൽക്കുന്നു, കർമാധിപതി ഉച്ചബലവാനായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തൊഴിൽ നല്ല അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. പക്ഷേ വീട് വിട്ട് നിന്ന് ചെയ്യണം. കാരണം നിവർത്തി സ്ഥാനത്ത് കേതുവാണ്. എന്ത് കാര്യത്തിനും ആദ്യം ഒരു തടസ്സം വരും, അതിനുശേഷമാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളത്. എന്തായാലും രാഹുപൂജയും കേതുപൂജയും ചെയ്യണം. അതുപോലെ തന്നെ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ടും ഭാഗ്യാധിപതി കർമാധിപതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ടും നല്ല ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് ഈ മാസത്തിലും ഈ വർഷത്തിലും ശരിക്ക് അവിട്ട നക്ഷത്രക്കാർക്ക് നല്ല യോഗമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.